ചങ്ങാലിയും കുഞ്ഞുറുമ്പും. ഒരു പഴയ വീടിന്റെ മുകൾ തട്ടിലായിരുന്നു ചങ്ങാലിയുടെ കൂട്. കൂട്ടിലവൾ മുട്ടകളിട്ടു. ഒരു ദിവസം വീട്ടിൽ ജോലിക്ക് വന്ന മരപ്പണിക്കാരൻ ആ കൂട് കണ്ടു. അപ്പോൾ ചങ്ങാലി പുറത്തേക്ക് പോയിരുന്നു. പ്രാവിൻ മുട്ടകൾ അടിച്ചു മാറ്റാം. അമ്പടാ! അയാൾ മുട്ടകളുമായി വീട്ടിലേക്ക് പോയി. പ്രാവ് മടങ്ങി വന്നപ്പോൾ, മുട്ട തിരിച്ചു വാങ്ങണം, എന്റെ മുട്ട തിരിച്ചു തരൂ. മുട്ടയോ? ഏതു മുട്ട? പോ പോ! പേടിച്ചു പോയ ചങ്ങാലി ആനക്കൊമ്പനോട് സങ്കടം പറഞ്ഞു. മരപ്പണിക്കാരൻ എന്റെ മുട്ട കട്ടു, തിരിച്ചു വാങ്ങാൻ സഹായിക്കണേ. ഒട്ടും നേരമില്ല, എനിക്ക് കരിക്കു തിന്നണം. അവൾ കാടൻ കടുവയുടെ അടുത്തെത്തി. സഹായിക്കണേ. ഞാൻ കാട്ടുരാജാവിന് കാവലിന് പോണു, നേരമില്ല, പോ. അവൾ കരടിയോടും നായയോടും പൂച്ചയോടും എലിയോടും സഹായം ചോദിച്ചു. പക്ഷെ കിട്ടിയത് ഒരേ മറുപടി. സമയമില്ല, 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 സമയമില്ല. ചങ്ങാലി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, മുട്ട കിട്ടിയില്ലേ? ഇല്ല ചങ്ങാതി. ഈ നാട്ടിൽ അനീതി കാട്ടുന്നവരെ ശിക്ഷിക്കാൻ ആരുമില്ലേ? എങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ. അവൻ നേരെ ആനക്കൊമ്പന്റെ അടുത്തെത്തി. ആനക്കൊമ്പ, തുമ്പിക്കൈയിൽ എന്താ? നോക്കട്ടെ. എന്തോ? ഒറ്റ ചാട്ടത്തിന് കുഞ്ഞുറുമ്പ് തുമ്പിക്കൈയിൽ കയറി കടിയോട് കടി. ഗുറു ഗുറു! അയ്യോ, കുഞ്ഞുറുമ്പ് കടിക്കല്ലേ! മര്യാദയ്ക്ക് കടുവയുടെ അടുത്തേക്ക് ഓട്, ഇല്ലെങ്കിൽ ഇനിയും കടിക്കും. അയ്യോ, കടിക്കല്ലേ, ഓടാമേ! ആന കടുവയുടെ അടുത്തെത്തി പേടിപ്പിച്ചു. മര്യാദയ്ക്ക് മരപ്പണിക്കാരന്റെ കയ്യിൽ നിന്ന് ചങ്ങാലിയുടെ മുട്ട വാങ്ങ്. വാങ്ങാമേ! അവർ ഒന്നിച്ച് കരടിയുടെ അടുത്തെത്തി. കരടി, മര്യാദയ്ക്ക് മരപ്പണിക്കാരന്റെ കയ്യിൽ നിന്ന് മുട്ട വാങ്ങ്. പോകാമേ! അവർ ഓടി നായയുടെ അടുത്തും പൂച്ചയുടെ അടുത്തും എത്തി. പൂച്ച പേടിപ്പിച്ചപ്പോൾ എലിയും വന്നു. എവിടെ മരപ്പണിക്കാരൻ? ഓഹോ, ഞാൻ ഈ മരത്തിന്റെ മുകളിലോ. നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. എന്തു ചെയ്യും? അപ്പോൾ കുഞ്ഞുറുമ്പ് എലിയുടെ കാതിൽ എന്തോ പറഞ്ഞു. മരപ്പണിക്കാരാ, മര്യാദയ്ക്ക് മുട്ട തരൂ, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ ഉളിയൊന്നും ബാക്കി വെക്കില്ല. മരത്തിൽ വെച്ചാലും മടിയിൽ വെച്ചാലും ഞാൻ ഉളിപ്പിടി കരണ്ട് മുറിക്കും. അപ്പോൾ മരപ്പണിക്കാരന്റെ ഭാര്യയും മക്കളും ഓടി വന്നു. അയ്യോ, എലി കയറാത്ത സ്ഥലമില്ല. ഉളിപ്പിടി കരണ്ടായി നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യും? ഞാനും പിള്ളേരും പട്ടിണി കിടന്ന് ചാകുമേ. അയ്യോ! അതു കേട്ട മരപ്പണിക്കാരനും പേടിയായി. എലിയച്ചോ, എലിയച്ചോ, കടുങ്കൈ ചെയ്യല്ലേ, ഞാനിതാ വരുന്നു. അങ്ങനെ മര്യാദയ്ക്ക് വാ. താഴേക്ക് വന്ന മരപ്പണിക്കാരൻ മോഷ്ടിച്ച മുട്ടകൾ ചങ്ങാലിയുടെ കൂട്ടിൽ തിരികെ വെച്ചു. ക്ഷമിക്കണേ, അടിയന് തെറ്റുപറ്റി. കുഞ്ഞുറുമ്പേ, കുഞ്ഞുറുമ്പേ, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ചങ്ങാലി, ശ്രമിച്ചാൽ ചെറിയവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ചങ്ങാലി അടയിരുന്നു മുട്ടകൾ വിരിയിച്ചു. എന്നിട്ട് പിന്നീടുള്ള കാലം മക്കളോടൊത്ത് സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി. ഏകാദശി നോറ്റ കാക്ക. സഹ്യപർവ്വതത്തിന്റെ ചെരുവിലുള്ള ഒരു ആൽമരം. അതിലായിരുന്നു നല്ലവളായ മാതലി എന്ന കാക്കയുടെ കൂട്. ആ മരത്തിന്റെ മറ്റൊരു ശാഖയിൽ കപിലൻ എന്ന ദുഷ്ടനായ മറ്റൊരു കാക്കയും താമസിച്ചിരുന്നു. ആരിത്, കപിലനോ? വരൂ ചങ്ങാതി. മാതലി, രാവിലെ കുളിച്ചൊരുങ്ങിയല്ലോ, എന്താ കാര്യം? ചങ്ങാതി, ഞാൻ ഏകാദശി വ്രതത്തിലാണ്. ഏകാദശിയോ? അതെന്താണ്? വിശേഷപ്പെട്ട ഒരു വ്രതമാണത്. അനുഷ്ഠിച്ചാൽ പുണ്യം കിട്ടും, സൗഭാഗ്യവും. എങ്ങനെ മനസ്സിലായി? 2 സന്യാസിമാർ പറയുന്നത് കേട്ടു. പിറ്റേന്ന് സ്വർണ്ണ കാൽത്തള, സ്വർണ്ണ മൂക്കുത്തി, സ്വർണ്ണമാല, ഇതൊക്കെ എവിടുന്നാ? വ്രതം കഴിഞ്ഞ് വിശന്നു വന്ന എനിക്ക് ഒരു ചെറുപഴം കിട്ടി. ഞാൻ അതുമായി ഒരു പൊട്ട കിണറിന്റെ വക്കിലിരുന്നു. അപ്പോൾ പഴം കിണറ്റിൽ വീണു. ഞാനത് ചുണ്ടുകൊണ്ടു തിരിഞ്ഞപ്പോൾ സ്വർണ്ണ മൂക്കുത്തിയും, കാൽ കൊണ്ടു തിരിഞ്ഞപ്പോൾ സ്വർണ്ണത്തളയും, കഴുത്തുകൊണ്ടു തിരിഞ്ഞപ്പോൾ സ്വർണ്ണമാലയും കിട്ടി. ഭാഗ്യം, ഭാഗ്യം. എനിക്കും നോക്കണം ഏകാദശി. കപിലൻ കാക്ക മാതലിയോട് വ്രതനിയമങ്ങൾ ചോദിച്ചറിഞ്ഞു. രാവിലെ കുളിക്കണം പോലും വയ്യ, കുളിച്ചില്ലെങ്കിൽ ആരറിയാൻ?
കപിലൻ വ്രതനിയമങ്ങൾ തെറ്റിച്ച് ഏകാദശി നോറ്റു കഴിഞ്ഞപ്പോൾ ഒരു പഴം കൊത്തിയെടുക്കാം. അവൻ അതുമായി കിണറ്റു വക്കിലെത്തി. പഴം കിണറ്റിൽ വീഴുന്നില്ല. ഇത് കിണറ്റിലിടാം. ഇനി എനിക്ക് സ്വർണ്ണമൂക്കുത്തിയും മാലയും തളയും കിട്ടും. പ്ലൂം. കാക്ക കൊക്കുകൊണ്ട് കിണറ്റിൽ തപ്പി ഉയർന്നു. കാ കാ കല്ല്. കല്ലു കളഞ്ഞ് അവൻ കഴുത്തുകൊണ്ട് കിണറ്റിൽ തപ്പിയതും കാ കാ കഴുത്തിൽ കാരമുള്ള കൊണ്ടേ. അത്യാഗ്രഹിക്കാതെ വരും. എങ്കിൽ ഞാൻ കാലുകൊണ്ട് തപ്പുമല്ലോ. കപിലൻ വാശിയോടെ വീണ്ടും കിണറ്റിലിറങ്ങി. എന്നാൽ കാ കാ കാലിൽ പാമ്പ് ചുറ്റിയേ. കണ്ടില്ലേ? ആ മാതിലിയെ ഒന്ന് കാണണം. കള്ളി, എന്നെ ചതിച്ചത് നീയാ. നീ പറഞ്ഞത് കേട്ട് വ്രതമനുഷ്ഠിച്ച എനിക്ക് കല്ലും കാരമുള്ളും പാമ്പും ഒക്കെ കിട്ടിയത്. ഞാനല്ല ചതിച്ചത്, നിന്റെ അത്യാഗ്രഹം. എന്റെ അത്യാഗ്രഹമോ? അതേ കപില, എന്തും നല്ല മനസ്സോടെ ചെയ്യണം. നിയമങ്ങൾ അനുസരിക്കണം. ഫലം തരുന്നത് ഈശ്വരനാണ്. അല്ലാത്തവർ ഇത്തരം ആപത്തുകളിൽ ചെന്ന് ചാടും. ഓർമ്മയിരിക്കട്ടെ. ഇവൾ പറഞ്ഞത് എത്ര ശരി. മാതലിയുടെ ഉപദേശങ്ങൾ കപിലന്റെ മനസ്സു മാറ്റി. പിന്നീട് കപിലനും നല്ലവനായ ഒരു കാക്കയായി തീർന്നു.